Hi my dear students, in this video we will be discussing about the topic structure in C programming. നമുക്കറിയാം ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വാല്യൂ നമ്മൾ സേവ് ചെയ്യും. ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പിലുള്ള ഒരു സിംഗിൾ വാല്യൂ നമ്മൾ സേവ് ചെയ്യും. ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ കുറെ എലമെന്റ്സിനെ കളക്ട് ചെയ്യും ഓഫ് സെയിം ഡാറ്റ ടൈപ്പ്. ഒരേ ഡാറ്റ ടൈപ്പ് ഉള്ള ഒരുപാട് എലമെന്റ്സിനെ സേവ് ചെയ്യും. ഓക്കെ, പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഈ അറേ നമുക്ക് ഉപയോഗപ്രദമല്ലാതായി പോകും, അല്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലക്സിറ്റിയിലോട്ട് കൊണ്ടുപോകും. അതായത് ഇപ്പൊ സപ്പോസ് നമ്മളൊരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യം എന്ന് വിചാരിക്കും. ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? എംപ്ലോയിയുടെ നെയിം, എംപ്ലോയിയുടെ ID, എംപ്ലോയിയുടെ ഏജ്, സാലറി, ഇതൊക്കെയല്ലേ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും? അറേ ഉപയോഗിച്ച് സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം ഒരു എംപ്ലോയിയുടെ ID എന്ന് പറഞ്ഞാൽ അത് ഇന്റിജർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മിക്സ് ഓഫ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഒരു എംപ്ലോയിയുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റിജർ ആയിരിക്കും. എംപ്ലോയിയുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും. എംപ്ലോയിയുടെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാരക്ടേഴ്സ് ആണ്, സ്ട്രിങ് ആണ്, അല്ലെ? സോ എംപ്ലോയിയുടെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. അപ്പൊ നമ്മൾ അറേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഓരോ ഫീൽഡിനും അഥവാ എംപ്ലോയിയുടെ ഓരോ ഡാറ്റയ്ക്കും നമുക്ക് ഓരോ സെപ്പറേറ്റ് അറേ കീപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് പ്രോഗ്രാം അഥവാ കോഡ് നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് കോംപ്ലക്സ് ആയിപ്പോകും, അല്ലെങ്കിൽ ഒരുപാട് ലാർജ് ആയിപ്പോകും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ അറേ ഇസ് നോട്ട് ഫീസിബിൾ. സോ നമ്മൾ എന്തുപയോഗിക്കുന്നു? സ്ട്രക്ചർ യൂസ് ചെയ്യുന്നു. അപ്പൊ ആവശ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി സ്ട്രക്ചർ എന്തായിരിക്കാം? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, പലതരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉള്ള ഡാറ്റയെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്ട്രക്ചറിന് സാധിക്കും. ഓക്കെ, ഇനി ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. ഇപ്പൊ ഇന്റ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അല്ല, അത് ഓൾറെഡി കമ്പൈലറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഇന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ അർത്ഥം ഇന്റിജർ ഡാറ്റയെ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് അല്ല. സ്ട്രക്ചർ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുക. എനിവേ, ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പേര് കൊടുത്താൽ അതിന് നമുക്ക് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് എന്ന് പറയാം. കാരണം ഒരു സ്ട്രക്ചറിന്റെ കുത്ത് വരുന്ന എലമെന്റ്സിന്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന്, അല്ലെങ്കിൽ ഏത് ടൈപ്പുള്ള എലമെന്റ്സ് അതിന്റെ അകത്ത് സേവ് ചെയ്യാമെന്ന് ഒരു യൂസറിന് തീരുമാനിക്കാൻ കഴിയും. ഇപ്പൊ എംപ്ലോയി ആയിരുന്നു എങ്കിൽ നമുക്ക് വേണ്ടി വരുന്നത് ഏതൊക്കെയാണ്? ക്യാരക്ടറിന്റെ ഡാറ്റ ടൈപ്പ് വേണം, ഇന്റിന്റെ ഡാറ്റ ടൈപ്പ് വേണം, ഫ്ലോട്ട് വേണം, ഇതൊക്കെയാണ് വേണ്ടി വരാം. സപ്പോസ് വേറൊരു സംഭവം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അല്ല, വേറെ തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസിന്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് യൂസറാണ് തീരുമാനിക്കുന്നത്. സോ സ്ട്രക്ചറിനെ നമുക്ക് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. പിന്നെ അറേ പോലെ അല്ലെങ്കിൽ ഫംഗ്ഷൻ പോലെ സ്ട്രക്ചറും ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റഡ് ഡാറ്റ ടൈപ്പാണ്. എന്താണ് കൺസ്ട്രക്റ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ബേസിക് ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പ്. എന്താണ് ബേസിക് ഡാറ്റ ടൈപ്പ്? ഇന്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്, ഫ്ലോട്ട്, ഇതെല്ലാം ബേസിക് ഡാറ്റ ടൈപ്സിന് എക്സാമ്പിൾ ആണ്. ഈ ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കൺസ്ട്രക്റ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നു. ഇപ്പൊ സ്ട്രക്ചറിന്റെ കേസിൽ എന്തുകൊണ്ടാണ് കൺസ്ട്രക്റ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞത്? കാരണം അതിന്റെ ഉള്ളിലുള്ള ഇന്റ്, ഫ്ലോട്ട്, ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ടൈപ്പിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സ്ട്രക്ചർ ഈസ് എ കൺസ്ട്രക്റ്റഡ് ഡാറ്റ ടൈപ്പ്. എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ സിന്റാക്ടിക്കലി, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചർ സ്പേസ് സ്ട്രക്ചർ ടൈപ്പ്. ആക്ച്വലി ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനൊരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ പേരിനെയാണ് ഇവിടെ സ്ട്രക്ചർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ പേര് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ സപ്പോസ് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാനൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത് സ്ട്രക്ചർ സ്പേസ് എംപ്ലോയി എന്നായിരിക്കാം. അപ്പൊ ആ എംപ്ലോയി അവിടെ ഒരു ഡാറ്റ ടൈപ്പ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സ്ട്രക്ചർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ബ്രേസസിന്റെ അകത്ത് ഏതൊക്കെ ഡാറ്റയാണോ വേണ്ടി വരുന്നത് അതിന്റെ ഡിക്ലറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് എംപ്ലോയി ആണ് എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ ഇന്റ്, ഏജ്, ഫ്ലോട്ട്, സാലറി, ക്യാരക്ടർ, നെയിം, ഈ രീതിയിലല്ലേ നമ്മൾ ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മളിവിടെ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. ജനറലി പറയുമ്പോൾ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ, ടൈപ്പ് സ്പേസ്
വേരിയബിൾ 1 സെമിക്കോളൻ, ടൈപ്പ് സ്പേസ്, വേരിയബിൾ 2 സെമിക്കോളൻ, എക്സെട്ര. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. സപ്പോസ് എംപ്ലോയിയുടെ സ്ട്രക്ചർ ആണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ സ്ട്രക്ട് സ്പേസ് എംപ്ലോയി char name of 30 int age float salary. ഓക്കെ, അപ്പൊ ഞാനിവിടെ എംപ്ലോയിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ്. എംപ്ലോയിയുടെ നെയിമും ഏജും സാലറിയുമാണ് ഞാനിവിടെ ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ സ്ട്രിംഗ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ക്യാരക്ടർ അറേ. സോ char നെയിം ഓഫ് 30, ദെൻ ഇന്റ് ഏജ്, ദെൻ സാലറി എന്ന് പറയുമ്പോൾ പോയിന്റ് ഉള്ളതായിരിക്കാം. സോ ഫ്ലോട്ട് സാലറി. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി വേരിയബിൾ ഡിക്ലറേഷൻസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേഷൻ നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം വിട്ടുപോയി, സ്ട്രക്ചറിന്റെ സിന്റാക്സിൽ സെമി കോളൻ അവസാനം വേണം. അപ്പൊ ഇവിടെ സ്ട്രക്ട് എൻഡ്സ് വിത്ത് സെമി കോളൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ വേരിയബിൾ ഡിക്ലറേഷൻസ് ആണ് ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നതെങ്കിലും ഇവിടെ മെമ്മറി അലോക്കേഷൻ നടക്കില്ല. ഓക്കെ, ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെമ്മറി എപ്പോ അലോക്കേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡാറ്റ ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ടൈപ്പിൽ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഇത്രയും സ്പേസ് നമുക്ക് അലോട്ട് ആവാൻ പോകുന്നത്. സ്പേസ് എത്ര വേണം? ക്യാരക്ടർ ആയതുകൊണ്ട് 1 ബൈറ്റ്, അങ്ങനത്തെ 30 എണ്ണം. സോ 30 ബൈറ്റ്സ് പ്ലസ് ഇന്റിന് 2 ബൈറ്റ്സ് 32 പ്ലസ് 4 36 ബൈറ്റ്സ് മെമ്മറിയാണ് ഈ ഒരു സ്ട്രക്ചറിന് ആവശ്യം. പക്ഷെ ഇതുപോലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാൽ മാത്രം നമുക്ക് എന്ത് കിട്ടില്ല? മെമ്മറി കിട്ടുന്നില്ല. ഒരു സ്ട്രക്ചർ ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണം ഓഫ് ദിസ് സ്ട്രക്ചർ. സോ നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ട് വാട്ട് ഈസ് ടൈപ്പ്? ഇറ്റ് ഈസ് എംപ്ലോയി സ്പേസ് നമുക്ക് വേരിയബിൾസിന്റെ പേര് കൊടുക്കാം. സപ്പോസ് EMP എന്ന് കൊടുക്കാം. ഓക്കെ, എംപ്ലോയി എന്നുള്ള അർത്ഥത്തിൽ EMP എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ഞാൻ ചൂസ് ചെയ്തു. സോ EMP എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഈ സമയത്ത് EMP എന്ന് പറയുന്ന പേരിൽ ഒരു മെമ്മറി അലോട്ട് ആവും ഓഫ് സൈസ് 36 ബൈറ്റ്സ്. ഓക്കെ, ഇതിന്റെ അകത്ത് ക്യാരക്ടർ ആയിട്ട് നെയിമിനെ നമുക്ക് കയറ്റാം. ഓക്കെ, ഇന്റിജർ ഡാറ്റ ടൈപ്പില് ഏജിനെ കയറ്റാം, അതുപോലെ സാലറിനെയും കയറ്റാം. അതിനുള്ള ടോട്ടൽ സ്പേസ് ഇവിടെ റിസർവ് ആവും. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ എംപ്ലോയി 1, എംപ്ലോയി 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് 2 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എംപ്ലോയി 1, എംപ്ലോയി 2. അപ്പൊ എംപ്ലോയി 1ന്റെ പേരിൽ ഒരു 36 ബൈറ്റ്സ് റിസർവ് ആവും, എംപ്ലോയി 2ന്റെ പേരിലും ഒരു 36 ബൈറ്റ്സ് റിസർവ് ആവും. അപ്പൊ എംപ്ലോയി 1ന്റെ ഡാറ്റാസ് ഇവിടെ കയറും, എംപ്ലോയി 2ന്റെ ഡാറ്റാസ് ഇവിടെ കയറും. Okay, so far we have discussed what is structure and how can we create a structure and how can we create structure variables. Okay, ഇനി നമുക്ക് സ്ട്രക്ചറിലോട്ട് എങ്ങനെ ഡാറ്റേനെ റീഡ് ചെയ്യാം. ഇപ്പൊ സ്പേസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നെയിമിലോട്ടൊരു നെയിമും ഏജിലോട്ടൊരു ഏജും സാലറിയിലോട്ടൊരു സാലറിയും വേണമല്ലോ. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഡാറ്റ കൊടുക്കുന്നത് 2 രീതിയിലാണ്. നമുക്ക് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ 2 രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇനി എങ്ങനെയാണ് സ്ട്രക്ചറിനെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ഇപ്പൊ അരേനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരുന്നത് അരേ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെയാണ്. അതുപോലെ സ്ട്രക്ചറിന്റെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് സ്ട്രക്ചറിന്റെ വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്? സ്ട്രക്ചർ എംപ്ലോയി, സ്ട്രക്ചറിന്റെ ടൈപ്പ് കൊടുത്തു, then സ്പേസ് ഞാൻ EMP1. ഓക്കെ,
ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്നുള്ളത് ഉദ്ദേശം. സെമിക്കോളൻ ഇട്ടിരുന്നെങ്കിൽ ഇത് വേരിയബിൾ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇനീഷ്യലൈസേഷൻ അറ്റ് ദ ടൈം ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ സെമിക്കോളൻ ഇപ്പൊ ഇടണ്ട. ഈക്വൽ ടു ബ്രേസസിന്റെ ഉള്ളിൽ അരയൊക്കെ ചെയ്തതുപോലെ ബ്രേസസിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഫസ്റ്റ് ഡാറ്റ? നെയിം. ഓക്കെ, അപ്പൊ ഒരു നെയിം കൊടുക്കാം. ഓക്കെ, സപ്പോസ് ബാല. ഓക്കെ, then comma, what is the next one? Age. So 30. Then what is salary? You can say it is 35,000. ഈ രീതിയിൽ നമുക്ക് സ്ട്രക്ചറിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എംപ്ലോയി എന്ന് പറയുന്ന ടൈപ്പിംഗ് എന്താണ് എംപ്ലോയി എന്ന് ഓൾറെഡി നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അകത്ത് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, സാലറി ഉണ്ട്. ഓക്കെ, ഈ ടൈപ്പിലുള്ള EMP1 ക്രിയേറ്റ് ചെയ്യുന്നു. അന്നേരം മെമ്മറി അലോട്ട് ആവുന്നു. സോ EMP1 എന്ന് പറയുന്ന പേര് മെമ്മറി അലോട്ടായി. നേരത്തെ പറഞ്ഞതുപോലെ 36 ബൈറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, 3 ഫീൽഡ് ആണ് ഉള്ളത്. അതിനകത്ത് എന്തൊക്കെ എഴുതാൻ പറഞ്ഞു? പേരായിട്ട് ബാലയും ഏജ് ആയി 35,000. സോ ബാല 35,000 ഈ രീതിയിൽ ഡാറ്റ തരും. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ എഴുതാണ്. വീണ്ടും സ്ട്രക്ട് എംപ്ലോയി. എനിക്ക് 2 എംപ്ലോയീസിന്റെ ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ EMP2 ഈക്വൽ ടു ഓക്കെ സ്വാമി എന്ന് പേര് കൊടുത്തു, 35 ഏജ് കൊടുക്കാം, 40,000 സാലറി, വെറുതെ ചുമ്മാ ഒന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? EMP2 എന്ന് പറയുന്ന പേരിൽ വീണ്ടും 36 ബൈറ്റ്സ് കയറും. അതിന്റെ അകത്ത് സ്വാമി 35, 40,000 ഈ രീതിയിൽ ഡാറ്റ വരും. ഓക്കെ, ഇനി നമുക്ക് ബുക്കിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. ഒരു ബുക്കിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബുക്കിന്റെ ഡാറ്റ ആയിട്ട് നമ്മൾ ബുക്കിന്റെ പേര്, ബുക്കിന്റെ നമ്പർ ഓഫ് പേജസും ബുക്കിന്റെ പ്രൈസുമാണ് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് സേവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ക്രിയേറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ബുക്ക്. ഓക്കെ, സോ ഹാഷ് ഇൻക്ലൂഡ് stdio.h, then int main. ഓക്കെ, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു സ്ട്രക്ചർ ആണ്. സോ use the keyword struct, then we must have a name for the structure which is the type here. Okay, so ഞാൻ book എന്ന് പറയുന്ന ഒരു നെയിം ആണ് കൊടുക്കാൻ പോകുന്നത്. ഈ സ്ട്രക്ചറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. സോ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പോണേ? എൻക്ലോസ്ഡ് വിത്തിൻ പാരാന്തസിസ് ആൻഡ് എൻഡ്സ് വിത്ത് സെമിക്കോളൻ. ഇതിന്റെ ഉള്ളിലാണ് ബുക്കുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് നമ്മൾ കയറ്റാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ബുക്കിന്റെ നെയിം വേണം. നെയിം എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അറേയാണ്. സോ ക്യാരക്ടർ നെയിം ഓഫ് 30. നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിജർ ആണ്. സോ ഇന്റ് പേജസ്, ദെൻ ഫ്ലോട്ട് പ്രൈസ്. സോ ഈ മൊമെന്റില് നമുക്കൊരു സ്ട്രക്ചർ ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മെമ്മറി അലോട്ട് ആയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രക്ചർ ടൈപ്പില് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് മെമ്മറി അലോട്ട് ആവുന്നത്. ഞാനിവിടെ ഒരു ബുക്കിന്റെ ഡാറ്റയാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്ട്രക്ചർ സ്പേസ് ബുക്ക് സ്പേസ് BK എന്നാണ് ഞാൻ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? BK എന്ന് പറയുന്ന പേരിൽ നെയിം, പേജസ്, പ്രൈസ്, അതിന് വേണ്ടിയിട്ട് ഒരു 36 ബൈറ്റ്സ് മെമ്മറി റിസർവ് ആവും. ഇനി നമുക്ക് ഈ മെമ്മറിയിലോട്ട് ഡാറ്റയെ റീഡ് ചെയ്യണം. ഞാൻ കീബോർഡിൽ നിന്നാണ് ഡാറ്റയെ റീഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കാണ്. printf enter name, pages and price of book എന്ന് മെസ്സേജ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ റീഡ് ചെയ്യാൻ പോവാണ്. scanf percentage as എന്താണ് വേരിയബിളിന്റെ പേര്? BK എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മെമ്മറിയിലോട്ട് വേണം കയറാനായിട്ട്. സോ BK ഡോട്ട് നെയിം scanf percentage D BK dot pages scanf percentage F BK dot price. ഓക്കെ, ഈ സപ്പോസ് ബുക്കിന്റെ പേര് നമ്മൾ C പ്രോഗ്രാമിംഗ് എന്നാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. C പ്രോഗ്രാമിംഗ്, ദെൻ
പേജസ് ഒരു 360 പേജസ് ഉണ്ടെന്ന് കരുതാം. ദെൻ പ്രൈസ് ഒരു 350 റുപ്പീസ് പ്രൈസ് ആണെന്നും കരുതാം. അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ ഇത് ഈ BK എന്ന് പറയുന്ന വേരിയബിളിന്റെ മെമ്മറിയിനകത്ത് വന്നിരിക്കും. സ്ട്രക്ചർ വേരിയബിളിന്റെ മെമ്മറിയിനകത്ത് വന്നിരിക്കും. ഇനി മെമ്മറിയിൽ ഇരിക്കുന്ന സാധനം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോഴും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഏത് വേരിയബിളിന്റെ ഡാറ്റയാണ് പ്രിന്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. സോ നമ്മൾ ഇങ്ങനെയായിരിക്കും പ്രിന്റ് %BK.name. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ BK എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നെയിമിൽ വന്നിരിക്കുന്ന ഇത് നെയിം എന്ന് പറയുന്ന സ്ഥലം, ഇതാണ് പേജസ് എന്ന് പറയുന്ന സ്ഥലം, ദെൻ ഇതാണ് സാലറി. അപ്പൊ BKയുടെ അകത്ത് നെയിമിൽ എന്തിരിക്കുന്നു അത് പ്രിന്റ് ആവും. ഓക്കെ, അപ്പൊ C പ്രോഗ്രാമിംഗ് പ്രിന്റ് ചെയ്ത് വരും. ദെൻ പ്രിന്റ് %D BK.pages, then print %F BK.price. ഇങ്ങനെ വേണം നമ്മൾ പ്രിന്റ് ചെയ്യാൻ. ഇതോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു. റിട്ടേൺ 0, മെയിൻ പ്രോഗ്രാം ക്ലോസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയെ നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രക്ചറിനെ വേറൊരു സ്ട്രക്ചറിലോട്ട് എങ്ങനെ ഒരു സ്ട്രക്ചർ വേരിയബിളിലുള്ള ഡാറ്റ വേറൊരു സ്ട്രക്ചർ വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാമെന്ന് വിചാരിക്കാം. ഇവിടെ എനിക്ക് ബുക്ക് BK എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ ഉണ്ട്. അതിന്റെ അകത്ത് എന്റെ കയ്യിൽ ഇത്രയും ഡാറ്റ ഉണ്ട്. എനിക്ക് വേണ്ടത് ഒരു നെക്സ്റ്റ് ബുക്കും കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ആ ബുക്കിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ബുക്കിന്റെ ഡീറ്റെയിൽസ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അത് എങ്ങനെ കോപ്പി ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു അറേനെ നമുക്ക് വേറൊരു അറയിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ നമുക്കൊരു ലൂപ്പൊക്കെ വേണ്ടി വന്നിരുന്നു. കാരണം ഓരോ എലമെന്റിനെ എടുത്തിട്ട് വേണമായിരുന്നു അടുത്ത അറയിലേക്ക് കോപ്പി ചെയ്യാൻ. പക്ഷെ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ എലമെന്റ് എടുത്ത് കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് എൻ്റയർ സ്ട്രക്ചർ അങ്ങനെ തന്നെ വേണമെങ്കിൽ കോപ്പി ചെയ്യാം. അല്ല, ഓരോ എലമെന്റ് എടുത്തിട്ട് ചിലപ്പോൾ ഒരു സ്ട്രക്ചറിന്റെ അകത്തുള്ള ചില സാധനങ്ങൾ അടുത്തതിൽ സെയിം ആയിരിക്കും, ചിലത് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഓരോ എലമെന്റ് പിക്ക് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ എല്ലാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് വേണ്ടത് കോപ്പി ചെയ്യണമെങ്കിൽ എനിക്ക് വേറൊരു സ്ട്രക്ചർ വേണം. സോ ഞാൻ ഇവിടെ ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തു, BK1. എന്നിട്ട് BKയിലെ ഡാറ്റയെ ഞാൻ BK1ലേക്ക് കോപ്പി ചെയ്യാൻ പോവാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കോപ്പി ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് നെയിം ആണ്. അപ്പൊ ഒരു നെയിമിനെ കോപ്പി ചെയ്യാൻ നമ്മൾ strcpy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, strcpy ഓഫ്. ഓക്കെ, കോപ്പി ചെയ്യുമ്പോൾ 2 ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. രണ്ടാമത്തെ ആർഗ്യുമെന്റിലുള്ള ഡാറ്റ എന്താണോ അത് ഒന്നാമത്തെ ആർഗ്യുമെന്റിലേക്ക് കോപ്പി ആവും അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്തായിരിക്കണം? BK1 ആയിരിക്കണം. കാരണം ഡെസ്റ്റിനേഷൻ BK1 ആണ്. BK1ലേക്കാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. സോ എന്താണ് കോപ്പി ചെയ്യാൻ പോകുന്നത്? നെയിം മാത്രമാണ് കോപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പൊ BK1.name, BK.name ഇങ്ങനെ കൊടുത്താൽ നമുക്ക് BK എന്ന് പറയുന്ന അതിന്റെ നെയിമിനകത്തുള്ള C പ്രോഗ്രാമിംഗ് എവിടേക്ക് വരും? BK1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിലെ നെയിമിലോട്ട് കോപ്പി ആവും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് സ്ട്രക്ചറിലെ ഒരു എലമെന്റിന് എടുത്ത് കോപ്പി ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്ക് പേജസിനെ കോപ്പി ചെയ്യാം. ഈ strcpy യൂസ് ചെയ്യാൻ പറ്റിയത് ഈ നെയിം എന്ന് പറയുന്ന ഡാറ്റ, ആദ്യത്തെ ഡാറ്റ ഒരു സ്ട്രിംഗ് ആയതുകൊണ്ടാണ്. അടുത്തത് ഒരു പേജസ് ആണ്, അതൊരു നമ്പർ ആണ്. അതിനൊരിക്കലും നമ്മൾ strcpy യൂസ് ചെയ്യില്ല. strcpy മീൻസ് ഇറ്റ് ഇസ് ഫോർ ദ സ്ട്രിംഗ് കോപ്പി. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ എങ്ങനെ ഇന്റിജേഴ്സിനെ ഒക്കെ നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് നോക്കാം. BK1.pages എന്ന് പറയുന്നത് എന്തായിരിക്കണം? BKയുടെ പേജസ് തന്നെയായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതും, BK1.pages ഈക്വൽ ടു BK.pages. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ BK1ന്റെ BK.pages എന്ന് പറയുന്നത് 360 അത് എവിടേക്ക് കോപ്പി ആവും? BK1ലേക്ക് കോപ്പി ആവും. ഓക്കെ, പ്രൈസിംഗ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. BK1.price ഈക്വൽ ടു BK.price. അപ്പൊ ഇവിടെ ചെയ്തത് ഓരോ എലമെന്റ്സിനെ എടുത്ത് കോപ്പി ചെയ്യാണ് ചെയ്തത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിം എന്ന് പറയുന്നത് കോപ്പി ചെയ്യുന്ന നിർബന്ധമില്ല. കാരണം 2 ബുക്കിന്റെ ടൈറ്റിൽ എന്തായാലും ഡിഫറെന്റ് ആവും. പക്ഷെ 2 ബുക്കിന്റെ പേജസും പ്രൈസും സിമിലർ ആവും. പക്ഷെ ഇതും ചെയ്യാൻ പറ്റും. അത് സ്ട്രിങ്ങിനെ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില എലമെന്റ്സിന് സെയിം ഡാറ്റ ആണെങ്കിൽ അത് കോപ്പി ചെയ്ത് വെക്കാം. അല്ല, മറ്റു ചില എലമെന്റ്സിന് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് കീബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്തോ കൊടുക്കാം. ഓക്കെ, ഒരു ബുക്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഒരു BK എന്ന് പറയുന്ന വേരിയബിൾ നമുക്കുണ്ട്. ഈ BKയുടെ അകത്തുള്ള ഡാറ്റാസിൽ ഓരോന്നായിട്ടാണ് ഞാനിപ്പോ കോപ്പി ചെയ്തത്. അല്ലാതെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ എൻറ്റയർ സ്ട്രക്ചറിനെ കോപ്പി ചെയ്യാൻ പറ്റും.
അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഞാൻ മൂന്നാമതൊരു ബുക്കിനെ ക്രിയേറ്റ് ചെയ്തു, BK2. എന്റെ ആവശ്യം എന്ന് പറയുന്നത് BK2വിലേക്ക് BKയിലുള്ള എല്ലാ ഡാറ്റയും ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തീർക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് എഴുതും? BK2 ഈക്വൽ ടു BK എന്ന് സിമ്പിൾ ആയിട്ട് എഴുതി കൊടുത്താൽ BKനകത്തുള്ള എല്ലാ സംഭവങ്ങളും എവിടേക്ക് വരും? BK2. എന്താണ് BK2? BK2 ഈസ് എ സ്ട്രക്ചർ വേരിയബിൾ ഓഫ് സ്ട്രക്ചർ ബുക്ക്. ബുക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താന്ന് പോയി നോക്കുന്നു, അതിൽ ഇത്ര ഡാറ്റ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിലേക്ക് എന്ത് വരണം എന്ന്? BK വരണം. BK ഈസ് അഗെയിൻ ദ സെയിം സ്ട്രക്ചർ ബുക്ക്. ബുക്കിന്റെ അകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും എവിടേക്ക് കോപ്പി ചെയ്യും? BK2വിലേക്ക് കോപ്പി ചെയ്യും. അപ്പൊ BK2 എന്ന് പറയുന്ന ഒരു പുതിയ മെമ്മറി ഉണ്ടായി. അതിന്റെ അകത്തേക്കും ഈ പറഞ്ഞ C പ്രോഗ്രാമിന് 350 rupees എന്ന് പറയുന്ന ഡാറ്റ കോപ്പി ആവും. അപ്പൊ ഒരു അരയിലായിരുന്നെങ്കിൽ നമുക്കിത് ഈ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓരോ എലമെന്റ്സ് എടുത്ത് നമ്മൾ റിപ്പീറ്റഡ്ലി കോപ്പി ചെയ്തുകൊണ്ടിരിക്കും, ഒരു ലൂപ്പ് ഇട്ടിട്ട്. പക്ഷെ ഒരു സ്ട്രക്ചറിന് അങ്ങനെ ചെയ്യുന്ന നിർബന്ധമില്ല. സെയിം ഡാറ്റ തന്നെയാണ് അപ്പുറത്ത് വേണ്ടതെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചറിന് അപ്പാടെ എടുത്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സോ കമന്റ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.